ഈ സവാള ഗിരിഗിരി നമുക്കൊരു 9 രീതിയിൽ അങ്ങ് പിടിച്ചാലോ. സാധാരണ നമ്മൾ 2 രീതിയിലാണ് സവാള അരിയുക. ഒന്നാല് നീട്ടത്തിൽ, അല്ലെങ്കിൽ കൊത്തി. കറികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണിക്ക് വറുക്കാനോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നീട്ടതി അരിയും. അതല്ല ഒരു ഓംലെറ്റ് അടിക്കാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ കൊത്തി അരിയും. പക്ഷേ ഹോട്ടലുകളിലൊക്കെ പല രീതിയിൽ സവാള അരിയും. അതായത് ഇപ്പം നമ്മൾ വറുക്കാൻ അരിയുന്ന പോലെയല്ല അവർ കട്ട്ലറ്റിന് അരിയുന്ന പോലെയല്ല അവർ വഴറ്റാൻ അരിയുന്നത്. ഇതൊന്നുമല്ല ഒരു ചൈനീസ് എന്തെങ്കിലും ഒരു ചൈനീസ് ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ഗാർലിക് ചിക്കനോ ഉണ്ടാക്കുമ്പോൾ അരിയുന്നു. ഇന്നീ വീഡിയോയിൽ നമുക്ക് സവാള എങ്ങനെയൊക്കെ അരിയാം, അതേപോലെ തന്നെ അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പക്ഷേ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. സവോള അരിയുന്നതിന് മുമ്പ് അത് പൊളിക്കാനായിട്ടൊരു ചെറിയ കത്തിയും അതുപോലെ സവോള അരിയാനായിട്ട് ഒരിടത്തരം കത്തിയും എടുക്കാം. ഇനി നമ്മൾ ഒരു കട്ടിംഗ് ബോർഡ്, ഞാൻ സാധാരണ കട്ടിംഗ് ബോർഡിലാണ് സവോള അരിയുന്നത്. അപ്പം ഒരു കട്ടിംഗ് ബോർഡ് എടുക്കുക. അപ്പോൾ കട്ടിംഗ് ബോർഡ് ഒന്ന് ഇളകാതിരിക്കാൻ, നമ്മൾ അരിയാൻ നേരത്തെ ഇളകാതിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. നമ്മളത് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ടിംഗ് ബോർഡ് വെക്കണം. അപ്പോൾ അത് നമ്മൾ അരിയാൻ നേരത്ത് ഒരു രീതിയിൽ അത് ഇളകുകയോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവുകയൊന്നും ചെയ്യത്തില്ല. ആ കട്ടിംഗ് ബോർഡ് നല്ല ഫേമായിട്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങുമൊന്നുമില്ല. ഇനി നമ്മൾ ഒരു സവോള എടുത്തിട്ട് അതിൻ്റെ മുന്നിലെയും പിന്നിലെയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ചില സവോളയ്ക്ക് ഒരു കറുത്ത പാടുണ്ടാവും. അപ്പോൾ ഈ കറുത്ത പാട് നമ്മൾ നന്നായിട്ട് കഴുകണം. അത് ഫംഗസാണ്, സവോളയിൽ ഫംഗസാണ്. ഞാനിപ്പം സവോള നന്നായിട്ട് പൊളിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു സവോളയുടെ കൂടെ തന്നെ വേറൊരു 5 സവോള കൂടെ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ആ സവോളയും കൂടെ എടുത്തിട്ട് ഞാൻ ഇട്ടിരിക്കുക. വെള്ളത്തിൽ ഇടാൻ നേരത്ത് അതുകൊണ്ട് വേറെ കുറേ ഗുണമുണ്ട്. നമുക്ക് സവോള കണ്ണ് നീറാതിരിക്കാനും കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനൊക്കെ ഇങ്ങനെ പൊളിച്ച് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ആദ്യമായിട്ട് സവോള നീട്ടത്തിൽ അരിയാൻ പോകുന്നത്. നീട്ടത്തിൽ നമുക്ക് 2 രീതിയിൽ അരിയാം. ഒന്ന് വെർട്ടിക്കലി അരിയാം, അതുപോലെ തന്നെ ഹൊറിസോണ്ടലി അരിയാം. അപ്പം ആദ്യം നമുക്ക് വെർട്ടിക്കലി അരിയാം. അതിന് മുമ്പ് സവോള എടുക്കുക. സവോള എടുത്തിട്ട് അത് 2ആയിട്ടൊന്ന് മുറിക്കണം. 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ നമ്മൾ മൂക്കെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ഭാഗം, ആ ഭാഗം മുറിച്ച് മാറ്റുക. ഞങ്ങളുടെ മൂക്കെന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മേലത്തെ ആ മൂക്കെന്ന് പറയുന്ന ഭാഗം ഒന്ന് രണ്ട് സവോളയുടെ 2 ഭാഗത്തിൻ്റെയും ആ മൂക്കെന്ന് പറഞ്ഞത് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ അരിയാൻ നേരത്ത് എപ്പോഴും അതിൻ്റെ ഗ്രിപ്പൊന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം സവോള അരിയാൻ നേരത്ത് ഈ കാണുന്ന പോലെ വേണം ഗ്രിപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ വിരലുകൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഗ്രിപ്പ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മുറിയാനുള്ള ചാൻസ്, വിരൽ മുറിയാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് മുറിക്കാൻ പറ്റും. നമ്മൾ അരിയുന്ന മുറയ്ക്ക് വിരൽ പതുക്കെ പുറകോട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇത് അരിഞ്ഞ് ഏകദേശം അതിൻ്റെ അറ്റത്തോട്ടെത്താൻ നേരത്ത് അതൊന്ന് കമത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ അരിയണം. അപ്പം ഇതാണ് വെർട്ടിക്കൽ സ്ലൈസസ് എന്ന് പറയുന്നത്. ഇതൊന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് അടത്തി കൊടുക്കുക. എപ്പോഴും സവോള അരിയാൻ നേരത്ത് അതിൻ്റെ ഏത് ടൈപ്പ് അരിയലാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് അടത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ ഹൊറിസോണ്ടൽ സ്ലൈസസ് ആണ്. ഹൊറിസോണ്ടൽ സ്ലൈസസ് നമ്മൾ ഒരു ഹാഫ് മൂൺ സ്ലൈസസ് എന്നും പറയും. അപ്പം അത് അരിയുമ്പം
നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിംഗേഴ്സിൻ്റെ ഗ്രിപ്പ്, വിരലിൻ്റെ ഗ്രിപ്പ് അങ്ങനെ തന്നെ പിടിക്കുക. നമ്മൾ അരിഞ്ഞ് ഏകദേശം അറ്റം നമുക്ക് അതൊന്ന് സവോള ഒന്ന് നമ്മൾ വൂബിൾ ചെയ്യാന്ന് പറയും, അതായത് ഒന്ന് ഇളകി തുടങ്ങാൻ നേരത്ത് ഗ്രിപ്പ് നമുക്ക് കറക്റ്റാകാതെ വരുന്ന സമയത്ത് ഒന്ന് കമത്തിയിട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അരിയുക. വെർട്ടിക്കൽ സ്ലൈസസ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ വയ്ക്കാൻ നേരം നമ്മൾ അരിയുന്നത് ഈ പറഞ്ഞ വെർട്ടിക്കൽ സ്ലൈസസിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് വെർട്ടിക്കൽ സ്ലൈസസ് അരിയുന്നത്. ഇതൊക്കെയാണ് വെർട്ടിക്കൽ സ്ലൈസസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഹൊറിസോണ്ടൽ സ്ലൈസസ് ആണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ നമ്മൾ അരിയുന്നത് സാലഡ്സ്, റാപ്സ്, റോളുകൾ, അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഹാഫ് മൂൺസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ലൈസസിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ഒരു സവോള എടുത്തിട്ട് അത് നമുക്ക് കൊത്തിയരിയാം. നമ്മൾ ഡൈസ് ചെയ്യാന്ന് പറയും. 3 രീതിയിൽ ചെയ്യും. നമുക്ക് സ്മോള്, മീഡിയം, ലാർജ്. സ്മോള് സാധാരണ ഉപയോഗിക്കുന്നത് ഈ കട്ട്ലറ്റ്സൊക്കെ അരിയാൻ, കട്ട്ലറ്റ്സിന് വേണ്ടി, അതുപോലെ കറികൾ, നോർത്ത് ഇന്ത്യൻ ഗ്രേവിയൊക്കെ ഉണ്ടാക്കാൻ, അത് പിന്നെ വഴറ്റാനൊക്കെയാണ് സ്മോൾ ഉപയോഗിക്കുന്നത്. മീഡിയം വന്നിട്ട് ചൈനീസ് സ്റ്റിർ ഫ്രൈകൾ, ചില്ലി ചിക്കന്, ഗാർലിക് ചിക്കന്, ജിഞ്ചർ ചിക്കന്, പിന്നെ പൊറാത്തയൊക്കെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അടുത്തത് നമ്മൾ ലാർജും ഇതേപോലെ തന്നെ സെയിം മീഡിയം ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷേ കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ നമ്മൾ ലാർജ് ഉപയോഗിക്കും. ആദ്യം നമുക്ക് സ്മോൾ ഡൈസ് ചെയ്ത് നോക്കാം. അത് സ്മോൾ ഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ വെർട്ടിക്കൽ സ്ലൈസസ് അരിഞ്ഞ പോലെ തന്നെ അരിയുക. പക്ഷേ അതിനകത്തുനിന്ന് ആ റൂട്ട് വിട്ടുപോരാത്ത, ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ റൂട്ട് വിട്ടുപോകാത്ത രീതിയിൽ വേണം അരിയാൻ. കുറച്ച് ഭാഗം ആ സവോളയായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ വിലങ്ങനെയും കൂടെ ഒരു 4 സ്ലൈസസ് കൊടുക്കാം. വിലങ്ങനെയും കൂടെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പം ഞാനൊരു 2 സ്ലൈസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോവുക. ഇതാണ് നമ്മുടെ സ്മോൾ സ്ലൈസസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ സ്ലൈസസും കട്ട്ലറ്റ്സ്, കറീസ്, ഗ്രേവികൾ, നോർത്ത് ഇന്ത്യൻ ഗ്രേവികൾ, അതുപോലെ തന്നെ സോട്ട് ചെയ്യാൻ വേണ്ടി, വഴറ്റാൻ വേണ്ടിയൊക്കെ നമ്മളിത് കൂടുതലും ഈ ചെറിയ ഡൈസസ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മോൾ ഡൈസ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്കൊരു മീഡിയം ഡൈസ് നോക്കാം. മീഡിയം ഡൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞതിനേക്കാളും കുറച്ച് കുറവ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കൽ സ്ലൈസസ് ചെയ്യാൻ നേരത്ത് ആ വെർട്ടിക്കലായിട്ട് അരിഞ്ഞത് എണ്ണം കുറവായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 സ്ലൈസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നേരത്തെ അതിൽ കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കുറച്ചുകൂടെ വലിപ്പത്തിൽ മുറിക്കുക. ഇത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മൾ ഈ ചൈനീസ് സ്റ്റിർ ഫ്രൈകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറാത്ത സ്റ്റഫിങ്സ്, അതേപോലെ തന്നെ ചില്ലി ചിക്കൻ, ഗാർലിക് ചിക്കൻ, അങ്ങനെയുള്ള ചൈനീസ് കുക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ ലാർജ് ഡൈസ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ് അരിയേണ്ടത്. അവിടെ നമ്മളൊരു 2 or 3 കട്ടായിരിക്കും കൊടുക്കുന്നത്. അത് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം സെയിമാണ്. ഇപ്പോൾ നമ്മളൊരു 3 കട്ട്, നമ്മൾ ഒരു 3 കട്ട് കൊടുക്കുന്നു. വിലങ്ങനെ ഒരു കട്ട് ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മൾ വലിയ പീസായിട്ട് മുറിക്കും. ഇതും നമ്മൾ ചൈനീസ് കുക്കിങ്ങിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചില്ലി ചിക്കന്, ഗാർലിക് ചിക്കന്, ജിഞ്ചർ ചിക്കൻ, അങ്ങനെയുള്ള ചൈനീസ് കുക്കിങ്ങിനായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ചില കുക്സ് ഒരു മീഡിയം ഡൈസ് ആയിരിക്കും, ചില കുക്സ് ലാർജ് ഡൈസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 3 ടൈപ്പിലുള്ള ഡൈസ് എന്ന് പറയുന്നത്. ഒന്ന് സ്മോള്, അടുത്തത് മീഡിയം, മൂന്നാമത്തത് ലാർജ്. അടുത്തതായിട്ട് നമ്മൾ മിൻസ് ചെയ്യാന്ന് പറയും. മിൻസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ഡൈസ് പോലെ തന്നെയാണ്, കുറച്ചുകൂടെ അടുപ്പിച്ചായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലൈസസ് കുറച്ചുകൂടെ അടുപ്പിച്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ സ്മോൾ ഡൈസ് പോലെ തന്നെ അരിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ അരിഞ്ഞ് ഒന്നുകൂടെ ചെറുതാക്കും. ഇത് കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒനിയൻ്റെ ഫ്ലേവർ മാത്രം, അതായത് നമുക്ക് ഒനിയൻ്റെ ആ ക്രഞ്ച് കിട്ടാണ്ട് ആ ഒനിയൻ്റെ ഫ്ലേവർ മാത്രം നമുക്ക് ഏതെങ്കിലും കറികളിൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ
ഗ്രേവികൾ അല്ലെങ്കിൽ നമുക്ക് സോസ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആണ് ചെയ്യുക. അതായത് മിൻസാണ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവോള ആഡ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മഞ്ചൂരിയൻ ബോൾസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ റൈത്ത ചെയ്യുന്നത് നമുക്ക് വളരെ തരിതരിയായിട്ട് സവോള അരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ നമുക്ക് ഒനിയൻ്റെ ഫ്ലേവർ വേണം, പക്ഷേ വലിയ വലിയ പീസുകൾ വേണ്ട എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മിൻസ് ചെയ്യും. നമ്മൾ മിൻസ് എന്ന് പറയും, കൊത്തിയരിയുന്ന ചെറിയ രീതിയിൽ കൊത്തിയരിയുന്നതിനാണ് മിൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇരിക്കും. അടുത്തതായിട്ട് നമുക്ക് ജൂലിയൻ എന്ന് പറയുന്ന കട്ട് നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞത് സവോളയുടെ മൂക്ക് മുറിച്ച് മാറ്റുക. എന്നിട്ട് ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞാൽ ഇതൊരു ഈവനായിട്ടുള്ള സ്ലൈസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജൂലിയൻ ചെയ്യുന്നത്. ആദ്യം കത്തി നമ്മൾ നേരത്തെ വെർട്ടിക്കൽ അരിഞ്ഞ പോലെ തന്നെ എടുക്കുന്നു. അതൊരു ആംഗിളിൽ, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്ലൈസസ് അരിഞ്ഞ പോലെ തന്നെ മുറിക്കും. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ആംഗിൾ, വെർട്ടിക്കൽ സ്ലൈസസ് നേരെയാണ് മുറിക്കുന്നത്. ഒരു ചെറിയൊരു ആംഗിളിലായിരിക്കും മുറിക്കുന്നത്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ കത്തി വെച്ചിട്ട് ആണ് നമ്മളത് മുറിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ആംഗിൾ, ഇപ്പോൾ കത്തി വെക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ചെറിയൊരു ആംഗിൾ വ്യത്യാസമുണ്ട്. ആ ആംഗിളിൽ വേണം അത് കട്ട് ചെയ്യാൻ. അപ്പോൾ അത് ഇങ്ങനെ അരിയുന്നതനുസരിച്ചിട്ട് നമ്മൾ ഏകദേശം മിഡിലാവുമ്പം കത്തി 90 ഡിഗ്രിയിൽ വരും. 45 ഡിഗ്രിയിൽ തുടങ്ങി നമ്മൾ ഏകദേശം മിഡിലാകുന്നിടത്ത് 90 ഡിഗ്രി വരുന്ന രീതിയിലായിരിക്കും നമ്മളതിൻ്റെ കട്ട് പോകുന്നത്. അപ്പം വീഡിയോയിൽ നോക്കി ശ്രദ്ധിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൂടുതലും ഒരു ഈവനായിട്ട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഇത് കാരമലൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒനിയൻ ഫ്രൈ ചെയ്യണം. നമുക്ക് ബിരിയാണിക്കോ പുലാവിനൊക്കെ ഒനിയൻ ഫ്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഗാർണിഷ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ അതിൻ്റെ മുകളിൽ സവോള ഗാർണിഷ് ചെയ്തെടുത്തില്ല, അതിനു വേണ്ടി സവോള വഴറ്റാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ ടൈപ്പ് രീതിയിൽ ജൂലിയൻ എന്നുള്ള രീതിയിൽ അരിയാറുണ്ട്. നേരത്തെ വെർട്ടിക്കലിലൊക്കെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അടർത്തി കൊടുക്കണം. സവോള ഓരോന്നോരോന്ന് വിട്ട് വരണം. ഇപ്പം ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുത്തെങ്കിലേ ഉള്ളൂ അതെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി ബ്രൗൺ ആയിട്ട് വരത്തുള്ളൂ. അടുത്താണ് നമുക്ക് ഒനിയൻ റിങ്സ് എന്ന് പറയും. അതായത് നമ്മൾ വട്ടത്തിലരിയുക എന്ന് പറയുന്ന സംഭവം. ഒനിയൻ റിങ്സ് കൂടുതലും നമ്മൾ ബർഗേഴ്സിൽ, അതുപോലെ തന്നെ പക്കോട ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഒനിയൻ റിങ്സ് ആയിട്ട് തന്നെ ഉണ്ടാവും. അത് സവോള ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെരിച്ച് വെച്ചിട്ട് വട്ടത്തിൽ മുറിഞ്ഞു പോകാതെ വട്ടത്തിൽ നമ്മൾ അരിയുന്നതിനെയാണ് ഒനിയൻ റിങ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അരിഞ്ഞതിന് ശേഷം ഒനിയൻ റിങ്സ് ഒന്നൊന്നും നമ്മൾ വിടിയിപ്പിച്ച് കൊടുക്കണം. കാരണം ഓരോരോ ഒനിയൻ റിങ്സ് ഒരു വട്ടം പോലെ നമുക്ക് കിട്ടാൻ വേണ്ടി അത് ഓരോന്നും നമ്മൾ ഇതിൽ നിന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ പെറ്റൽസ് എന്ന് പറയുമ്പം ഇത് ഞാൻ പെറ്റൽസ് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പെറ്റൽസ് വളരെ സിമ്പിളാണ്. ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് രീതിയാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. സവോള വെറുതെ രണ്ടായിട്ട് മുറിക്കുക, അതിൻ്റെ മൂക്ക് ചെത്തിക്കളയുക, എന്നിട്ട് വീണ്ടും അതിനെ ഓരോ സവോളയുടെ പകുതിനെയും വീണ്ടും ഒന്നുകൂടെ മുറിക്കുക, മിഡിലിൽ ഒന്നുകൂടെ മുറിക്കുക, എന്നിട്ട് വെറുതെ ഇതളുകളായിട്ട് നമ്മൾ അടർത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ. പെറ്റൽസ് എന്ന് പറയുന്നത് അത്ര സിമ്പിളാണ്. ഇതും കൂടുതലും ചൈനീസ് കുക്കിങ്ങിനാണ്. അതേപോലെ തന്നെ സ്റ്റിർ ഫ്രൈകളിൽ, പിന്നെ ഈ കബാബുകളൊക്കെ ഗ്രില്ല് ചെയ്യാൻ നേരത്ത് നമ്മൾ കമ്പിലൊക്കെ വെച്ചിട്ട്, സ്ക്യൂവേഴ്സ് എന്ന് പറയത്തില്ല, കമ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നേരത്ത്, പനീർ അതുപോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ നേരത്ത്, കബാബ്സൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ സവോള ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് ഇതേപോലെ പെറ്റൽസ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോന്നും അടർത്തി കൊടുക്കണം. അതേപോലെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു സ്വീറ്റ് ആൻഡ് സോർ ഫിഷ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ പെറ്റൽസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ചൈനീസ് കുക്കിംഗ് ആണ്. അപ്പം അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ ഫുൾ ഓരോന്ന് അടർത്തിയെടുത്ത് പെറ്റൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.